ഒരിക്കലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇത്തരത്തിൽ ഇയാളാവും പ്രതി എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല 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 പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കേട്ടപ്പോൾ ഞെട്ടലായി. കേട്ടപ്പോൾ ഞെട്ടലായി കേട്ടപ്പോഴേ അറിഞ്ഞു ഇപ്പോഴല്ലേ അറിഞ്ഞ്. അറിയുന്നതാണോ പ്രതി? അറിയുന്നതാണോ? ഇല്ല, ആള് ശരിപാറ ഭാഗത്തുള്ളതെന്ന് പറഞ്ഞു. ഞങ്ങൾ പിടിച്ചപ്പോഴും അറിയുന്നത്. ഞങ്ങൾ കണ്ടുപരിച്ചില്ല അങ്ങനെ ആളായിട്ട്. നിങ്ങളൊരു നാട്ടുകാരൻ തന്നെ അല്ലേ മലയാളിയാവുമെന്ന് ഒരിക്കലും കരുതിയില്ല? അങ്ങനെ കരുതിയില്ല. പോലീസിന് ബിഗ് സല്യൂട്ട് തന്നെയാണ്. പോലീസിന് ബിഗ് സല്യൂട്ട് തന്നെയാണ്. പോലീസ് എന്തായാലും പിടിച്ചു. കറക്റ്റ് കാര്യക്ഷമമായി നല്ല കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചു. അത് നിങ്ങളുടെ ചില ചാനലുകളിൽ പറഞ്ഞാൽ അവർ നന്നായിട്ട് അന്വേഷിച്ചു. അത് സൂപ്പർ തന്നെ കാര്യത്തിൽ. ഞങ്ങൾ നാട്ടുകാർ ഇന്നലെ ഉച്ച കഴിഞ്ഞ് അറിഞ്ഞു ഈ പുള്ളിയാണെന്ന്. ഞങ്ങള് വല്ല ഹിന്ദിക്കാരാണെന്നാണ് ഞങ്ങളുടെ കണക്കുള്ളി. ഇയാള് ഹിന്ദി സംസാരിച്ചല്ലോ, അപ്പൊ അതുകൊണ്ട് ഹിന്ദിക്കാരൊക്കെയാണെന്ന് ഞങ്ങളെ മനസ്സിലിരിപ്പ്. പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങളുടെ കപ്പലിന്റെ ഉള്ളിൽ തന്നെ കള്ളൻ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇടപാട് ഉള്ളിലെ ഈ പുള്ളിയാണെന്ന് മനസ്സിലാക്കിയത്. ഈ കപ്പലിനുള്ളിലാണ് കള്ളൻ മനസ്സിലായപ്പോ എന്ത് തോന്നി? ഞങ്ങൾക്ക് വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹത്തിന്റെ മുൻകരുതലും അതുപോലെ എല്ലാ പരിപാടിയും. അവസാനം ആ ഷൂമിയാണല്ലോ പിടുത്തം കിട്ടിയ. മുൻകരുതലെടുത്തെങ്കിലും പാളിപ്പോയി. മുൻകരുതൽ പാളിപ്പോയി. മാത്രമല്ല അദ്ദേഹം അധികം നാട്ടിൽ ഒന്ന് സഞ്ചരിക്കുന്ന ഒരാളല്ല. ആള് മേലുകാരനാണ്. 2 കൊല്ലമായിട്ടുള്ള കോട്ടയിൽ താമസം തുടങ്ങിയിട്ട് കാര്യങ്ങൾ. എന്തായാലും കേരള പോലീസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഓക്കെ, താങ്ക് യു. ബിഗ് സല്യൂട്ട്. ഇത്തരത്തിൽ 3 ദിവസത്തെ കഠിനാധ്വാനത്തിന് ഒടുവിലാണ് പോലീസിന് പ്രതിയെ പിടികൂടാനായത്. CCTV ക്യാമറകളുടെ സഹായത്തോടെ ആദ്യ ഒരു തുമ്പ് ലഭിക്കുന്നത് CCTV ക്യാമറയിൽ നിന്നാണ്. അവിടെ നിന്ന് പിന്നാലെ പോലീസ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞായറാഴ്ച ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിൻ്റെയും തെരച്ചിലിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാൾ പിടിയിലാകുന്നത്. ഇന്നലെ വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് 5 മണിയോടുകൂടി ഇയാളെ ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് അവസാനിക്കും. അന്ന് ഇയാൾ കൊള്ള നടത്തുന്നതിന് വേണ്ടി ബാങ്കിൽ എത്തിയപ്പോഴുണ്ടായിരുന്ന അതേ ജീവനക്കാർ ഏതാണ്ട് എല്ലാവരും തന്നെ ഇന്നും ബാങ്കിലുണ്ട്. മാനേജർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ ബാങ്ക് കൊള്ളയടി നടത്തിയ ആളെ പിടികൂടിയതിൽ അവരൊക്കെ സന്തോഷം അറിയിച്ചിരുന്നു. പോലീസിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ഇയാൾ കാണിച്ച അതിബുദ്ധി തന്നെയാണ് ഇയാൾക്ക് കുരുക്കായി മാറിയതെന്നും പറയാം. അതായത് പോലീസിനെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതിരിക്കുന്നതിന് വേണ്ടി കോട്ടയിൽ നിന്ന് ആദ്യം അങ്കമാലി ഭാഗത്തേക്ക് പോയി, പിന്നീട് എതിർദിശയിലേക്ക് അതായത് ചാലക്കുടി ഭാഗത്തേക്ക് വന്നു. അങ്ങനെ ഒന്നിലധികം തവണ ഇയാൾ യാത്ര നടത്തുകയുണ്ടായി. വേഷം മാറിയും ഒപ്പം ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് രൂപമാറ്റം വരുത്തിയും ഒക്കെയാണ് സഞ്ചരിച്ചത്. എങ്കിലും അതൊന്നും ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ അതിനെയൊന്നും തടഞ്ഞു വയ്ക്കാൻ സാധിച്ചില്ല. തുടർന്ന് ആ ക്യാമറ കണ്ണുകളുടെ ചുവട് പിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 14-ാം തീയതി നടത്തിയ ഈ ബാങ്ക് കൊള്ളയിലെ ഏക പ്രതിയായ റിജോ ആന്റണി ഇന്നലെ വൈകിട്ടോടുകൂടി പിടിയിലായത്.